മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ, മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ. മാപ്പുമില്ല കോപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് കുനിയുന്നുണ്ടല്ലോ. ആരടുത്ത്? സുധാകർജി നിങ്ങളോട് ഭയങ്കര കലിപ്പിലാണല്ലോ സുധാകർജി. അത് പിന്നെ ഒരു അവസാനം എല്ലാ പരിപാടിയിൽ നിന്ന് സുധാകർജിയെ മാറ്റി നിർത്തിയവർ ഇന്നിപ്പോൾ സുധാകർജിയെ പാല ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുക. ഒരു പാലം ഇട്ട് നോക്കുകയാണല്ലേ. ആ പാലം അങ്ങോട്ട് പൊളിച്ചിട്ടുണ്ട് സുധാകർജി. എല്ലാം കൂടി വന്ന് ഇലക്ഷൻ വന്ന് നിൽക്കുമ്പോ അവസാനം കൊണ്ട് കലവിട്ട് ഉടയ്ക്കുന്നത് സ്വാഭാവികമാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചിരിയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്. അതെ അതെ അതെ. നിങ്ങളുടെ ഗോവിന്ദനോട് പറയണം അസ്ഥാനത്തുള്ള ഇമാതിരി ചിരി അങ്ങ് നിർത്താൻ. എന്തിനു ചിരിച്ചത്? നാട്ടുകാർ മൊത്തം എന്ത് വിചാരിക്കും? അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്തില്ലേ? ഒരു മനുഷ്യൻ ഇത്രയും മുതിർന്ന നേതാവിനെ അന്ത്യനിമിഷത്തെ കൊണ്ട് നിമിഷം മീൻസ് നമ്മുടെ അന്ത്യനിമിഷം പാർട്ടി നിങ്ങളുടെ അന്ത്യനിമിഷം നിങ്ങൾ സമ്മതിച്ചോ? അതെ, അതടുത്ത് വീണ്ടും ഞങ്ങൾ വരാൻ ഈ ഒരു ഇലക്ഷൻ വന്നിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, വീണ്ടും വരുന്നതിന് മുന്നേ ഉള്ള ഇറക്കം. എന്നിട്ട് ഗോവിന്ദൻ ഇപ്പൊ മാപ്പു നൽകൂ സുധാകര, തെറ്റിദ്ധാരണ വന്നാൽ ഞങ്ങൾ മാപ്പു നൽകൂ സുധാകര എന്ന് പറഞ്ഞോണ്ട് കരയുകയാണല്ലോ. തെറ്റിദ്ധാരണ വന്നാൽ തിരുത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇത് തെറ്റിദ്ധാരണയല്ല. ഒരുത്തന്നെ എന്റെ വീട്ടിൽ കയറി പോയേക്കരുതെന്നാ സുധാകർജി പറഞ്ഞിരിക്കുന്നത്. അംഗത്വം പുതുക്കാനല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. സൗകര്യമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ വണയുമ്പോ അംഗത്വം ഉണ്ടാക്കാനും നിങ്ങൾ കഴിയുമ്പോ അംഗത്വം എടുത്ത് കളയാൻ ഇത് എന്തോ ആയത്? ജി അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. അത് അവരെ ചോദ്യമാണ്. നിങ്ങൾ സമ്മതിച്ചോ ജി ആണെന്ന് ഇപ്പൊ? സുധാകരൻ ജി തന്നെ. ആ മാധ്യമങ്ങളുടെ ചോദ്യമല്ലേ, അവിടെയാണ് പ്രശ്നം വന്നേന്ന്. പിന്നെ അല്ല നിങ്ങളുടെ ഗോവിന്ദൻ തൊട്ടിത്തരം കാണിച്ചിട്ടല്ലേ അല്ലേ? ഞങ്ങള് സ്വാഭാവികമായിട്ട് ഇതേ ഗോവിന്ദൻ അല്ലേടോ മുൻപ് സുധാകരനെ കുറിച്ച് ചോദിച്ചപ്പോ ഏത് സുധാകരൻ എന്ന് ചോദിച്ചത്? അത് രണ്ട് സുധാകരനല്ലോ. കെ സുധാകരൻ നിങ്ങളുടെ പാർട്ടിയിൽ ജി സുധാകരനല്ലേ ഉള്ളൂ, കെ സുധാകരൻ ഇല്ലല്ലോ. പറയാൻ പറ്റില്ല. അവർ ആരെ പറ്റിയ ചോദിക്കണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളോട് എന്തിനാ കെ സുധാകരന്റെ കാര്യം ചോദിക്കുന്നത്? പറയാൻ പറ്റില്ല. എന്തെങ്കിലും സമയത്താണെങ്കിലോ. അതുകൊണ്ടാണ് അതായത് അന്നും ഇതുകൂട്ട് പാർട്ടിക്കെതിരെ സുധാകരൻ ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴായിരുന്നു ഗോവിന്ദൻ പറഞ്ഞ ഏത് സുധാകരൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പം സുധാകര നിങ്ങൾ മറ്റേ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നേതാക്കൾ. ഓരോരുത്തരായിട്ട് ഇന്നലെ മുതൽ സുധാകർജിയുടെ വീട്ടിൽ നേതാക്കൾ കയറി ഇറങ്ങി നെരുങ്ങ. അതെ, ഞങ്ങളുടെ കോമഡി അതല്ല ആരും അറിയാത്ത പോലെ മറ്റേ പിണറായി വിജയൻ തിരിഞ്ഞു പോലും നോക്കാതിരുന്ന സുധാകരനെ അടുത്ത ദിവസം മറ്റേ ഒരു പാല ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പോകുന്നുണ്ട്. ആ പാല ഉദ്ഘാടനത്തിനാണ് സുധാകരനെ വിളിപ്പിച്ചിരിക്കുന്നത് ക്ഷണിതാവായിട്ട്. മറ്റേ നോട്ടീസിനകത്ത് മുഖ്യ അതിഥിയായിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുൻപ് ആ മനുഷ്യന്റെ വീടിനടുത്ത് പാർട്ടി പരിപാടി നടന്നപ്പോ വിളിക്കാത്തവന്മാരാ. അത് മറന്നുപോയതാ. അല്ലേലും ഇവർക്ക് അബദ്ധം പറ്റിയത്. അല്ലേലും മൂട്ടിൽ തീ പിടിക്കുമ്പോ ഇവർ ഓരോരുത്തരടുത്ത് പാല ഇടാൻ മിടുക്കരാണല്ലോ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ AK ജില്ലത്തിലെ പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ പക്ഷേ ഇത് മുഴുവൻ നാട്ടിൽ പുറത്തേക്കാണല്ലോ വരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഇടപെടാതിരിക്കും നമ്മൾ? മാധ്യമങ്ങളാണ് എല്ലാം ചെയ്തു വെക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ വാർത്ത കൊടുക്കാതിരിക്കുമോ? പിന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നമാണെങ്കിൽ സുധാകരനെതിരെ ഇതൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഇട്ടു. അത് സുധാകരൻ ചെയ്യിട്ടതല്ലേ? എന്തോ 70 കഴിഞ്ഞ നേതാക്കളെ എന്തോന്നാ പച്ച ഇറച്ചി ആക്കി വിൽക്കുന്നോന്ന് ആരിട്ടെ? സുധാകരൻ തന്നെ ഇട്ട പോസ്റ്റാ. 70 കഴിഞ്ഞ നേതാക്കളെ ഇറച്ചിയാക്കി തൂക്കി വിൽക്കാനാണോന്ന് അത് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് എന്തേ നിങ്ങൾ നിങ്ങളുടെ കെപ്പിത്തന്നെ തൂക്കി വിൽക്കാത്തത്? കപ്പിത്താൻ ഞങ്ങളുടെ മുഖമുദ്ര. AKജിക്കും നയനാരിനും VS അച്യുതാനന്ദനും ശേഷം പിണറായി വിജയൻ, അതിനുശേഷം ആരുമില്ല. അതിനുശേഷം ആരും ഇല്ല. അതോടെ നിങ്ങളുടെ മറ്റേ CPM പ്രളയമാണോ? അല്ല, അതിനുശേഷം ചത്തൊടുങ്ങോ നിങ്ങളെല്ലാം? ഞങ്ങൾ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇല്ലത്തെ പ്രശ്നത്തിൽ നിങ്ങൾ വരണ്ട, തലയിടണ്ട. ഞങ്ങൾക്ക് പുറത്തേക്ക് വരുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടും. ഞങ്ങൾക്ക് ഇത് തിരുത്താനും അറിയാം. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി അയ്യോ അങ്ങ് തിരുത്താൻ എന്റെ വീട്ടിലേക്ക് ഒരുത്തന്നെ വരണ്ടെന്ന് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ വീട്ടിനകത്ത് കയറി പോകണ്ടല്ലോ, അടച്ചിറക്കണമെന്നില്ലല്ലോ. അതാണ് ഞങ്ങളുടെ അത് ആലപ്പുഴയിലെ നേതാക്കളെയാ വീട്ടിൽ കയറ്റുന്നത്. കേറ്റും അവിടെ നോക്കിയിരുന്നു. നോക്കൂ, അന്ത്യനിമിഷത്തിൽ ഇവരുടെ നെഞ്ചത്ത് റീത്ത് വെക്കാറായി.
അത് നമ്മുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇങ്ങനെ പിളർപ്പ് വന്നാൽ എന്ത് അയ്യോ അതവിടെ നിൽക്കട്ടെ സുധാകർജിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്ക് കണ്ണൂരിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. മാനവരെ എനിക്ക് കണ്ണൂരിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. കണ്ണൂരിലെന്ത്? തളിപ്പറമ്പിൽ PK ശ്യാമളയെ നിർത്തുന്നെന്നോ കിടത്തുന്നെന്നോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാരും വോട്ടിടണം കേട്ടോ. ശ്യാമളേച്ചിക്ക് എന്ത് കണ്ടിട്ടാ വീര്യം, വിപ്ലവ വീര്യം. എന്ത് വിപ്ലവ വീര്യം? എന്തൊരു വിപ്ലവ വീര്യം? എന്നിട്ട് ഗോവിന്ദൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ ആയതുകൊണ്ടൊന്നും അല്ല സീറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ല, എന്നാ ഡിവോഴ്സ് ചെയ്യാൻ പറ. ഇതെന്തോന്ന് ഫോർമുല എനിക്ക് മനസ്സിലാകുന്നില്ല. ഗോവിന്ദന്റെ ഭാര്യ എന്ന് പറഞ്ഞ അവർക്ക് മത്സരിച്ചൂടെ? തളിപ്പറമ്പ് മത്സരിച്ചൂടെ? എടോ, വിജയ സാധ്യതയുള്ള മണ്ഡലത്തിൽ ജയിക്കുന്ന ആരെയും കൊണ്ട് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? ജയിക്കുന്ന ആള് തന്നെയാണ് ഇവർ. തളിപ്പറമ്പിൽ ശ്യാമള. തളിപ്പറമ്പിൽ ശ്യാമളയോ? അതെ, ഒരു ഗുണ്ടി തന്നെയാ തളിപ്പറമ്പിൽ ശ്യാമള. ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവിടെ കൂടെ നിർത്തിയത്. തളിപ്പറമ്പിൽ നിന്നുള്ള CPM നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരിക്കുന്നത് കണ്ടില്ലായിരുന്നോ? കണ്ടില്ലേ? അത് പിന്നെ കണ്ണൂരിൽ നിന്നേ അടി തുടങ്ങിയിട്ടുണ്ട്. അമ്മ അടിച്ചാൽ 2 പക്ഷം അല്ല, അമ്മ അടിച്ചാൽ 2 അമ്മൂമ്മ അടിച്ചാൽ 2 പക്ഷം. ഷംസീറിന് നിങ്ങൾ എന്തുകൊണ്ട് സീറ്റ് കൊടുക്കുന്നില്ല? ഷംസീർ അത് 2 വട്ടം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് 2 വട്ടം കഴിഞ്ഞവർക്ക് വീണ്ടും നിങ്ങൾ അവസരം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം പിന്നെന്താ? AC മൊയ്തീനെയൊക്കെ നിങ്ങൾ വീണ്ടും കൊണ്ട് ഇറക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ ആഭ്യന്തര കാര്യം. അമ്പലം കൊള്ളക്കാരെയൊക്കെ നിങ്ങൾ വീണ്ടും കൊണ്ട് നിർത്തുന്നു. പിന്നെ ഷംസീറിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അമ്പലം കൊള്ളക്കാർ നിങ്ങളുടെ കടകംപള്ളി സുരേന്ദ്രൻ. അത് പിന്നെ ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്താൻ പറ്റുള്ളൂ. ആ പ്രദേശം തളിപ്പറമ്പ് ആ ഷംസീറിന് കൊടുത്തുകൂടായിരുന്നോ? കൊടുത്തുകൂടായിരുന്നു. പിന്നെ ശ്യാമള എവിടെ കൊണ്ട് നിർത്തും? ശ്യാമള എന്താണെന്നറിയാമോ? ഗോവിന്ദന് സീറ്റില്ല. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് അവിടെ ഇരുത്തിയേക്കുവാണല്ലോ. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് കൊടുക്കണം, എന്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുക്കണമെന്ന്. എന്നാലല്ലേ എനിക്ക് വളയം തിരിക്കാൻ കഴിയുകയുള്ളൂ. മക്കത്തായോ മരുമക്കത്തായോ ഒന്നും ഫോളോ ചെയ്യും? അയ്യോ ഇല്ലില്ല. പണിത്താവ് കഴിഞ്ഞാ ഭാര്യ, അത് കഴിഞ്ഞാ മക്കള്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് നിങ്ങളുടെ പാർട്ടി വേറെ നേതാക്കൾ ആരും ഇല്ലേ? അതെന്ത് ചെയ്യാൻ പറ്റും? ശക്തരല്ല പാർലമെന്റിലായി പോലെ എന്ത് ചെയ്യാൻ പറ്റും? ബ്രിഡ്ജാസിനെയാണോ ഉദ്ദേശിച്ചത്? കിണറേഷന് കൊടുക്കുന്നില്ലേ സീറ്റ്? ഇല്ല, ഞങ്ങളുടെ മാധ്യമ ശൃംഖലയിലെ ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെയില്ല. മാധ്യമ മേഖലയിലെ മുഖ്യനാക്കി വെക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം നികേഷ് കുമാറിനെ. എന്നിട്ട് മുക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ തലയിടണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങൾ അങ്ങോട്ട് ഇറക്കും, അവർക്ക് വോട്ട് എടുത്ത് ജയിപ്പിക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നും. നിങ്ങൾ പുതുപ്പള്ളിയിൽ എന്താ ആരെയും കൊണ്ട് നിർത്താത്തത്? പുതുപ്പള്ളി ഇതുവരെ ഒരു പേര് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അത് ആലോചിക്കട്ടെ. പുതുപ്പള്ളിയിൽ ആരാ തോൽക്കേട്ടനെ നിർത്തുന്നില്ലേ? തോൽക്കേട്ടൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് അവനോട് തോക്കാൻ വയ്യ. അത് പിന്നെ അതേ വട്ടിയൂർക്കാവ് ആരാന്ന് അറിഞ്ഞു? BJPക്ക് ശ്രീലേഖ മാഡം. നിങ്ങളുടെ ആരാ? ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉറപ്പ്. പ്രശാന്ത് തന്നെയാണോ? അല്ല, അപ്പൊ വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ് എന്ത് ചെയ്യും? ഞങ്ങൾ തന്നെ ജയിക്കും. ഞങ്ങൾ തന്നെ ജയിക്കും ഇപ്രാവശ്യം. ഞങ്ങൾ തന്നെ. പിന്നെ ജനങ്ങൾക്ക് ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഞങ്ങൾ തെക്കോട്ടെടുക്കുന്ന കാണാനോ? ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ വിഷമിക്കണം, ഞങ്ങൾ തന്നെ വരും. ഇല്ലാത്ത 10 വർഷം, കടലെടുക്കാത്ത 10 വർഷം, അപ്പൊ വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, കത്രിക വെച്ച 10 വർഷം, പഞ്ഞി വെച്ച 10 വർഷം. അപ്പൊ ഞങ്ങളുടെ പരസ്യം കണ്ടായിരുന്നു ഇന്നലെ. പണ്ടത്തെ LDF UDF വാർത്ത, പവർക്കെട്ടിന്റെ വാർത്ത എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കിൽ ഞങ്ങളുടെ വാർത്ത വെച്ചിട്ട് കണ്ടായിരുന്നു. കണ്ടില്ലേ? കൃത്യമായ പ്രചാരണമായിരുന്നു, രാഷ്ട്രീയ പ്രചാരണം. സർക്കാരിന്റെ ഖജനാവിന്ന് കാശെടുത്ത് ഉളുപ്പില്ലാത്ത എച്ചികള്. അച്ഛന് ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി ചെയ്ത് എങ്ങനെയായിരുന്നു? വെറൈറ്റി അല്ലേ? നിങ്ങൾക്ക് വെറൈറ്റി വേണമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ വെറൈറ്റി തന്നില്ലേ? നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കാശെടുത്ത് കൊടുക്കണോ അങ്ങോട്ട്? PR വർക്ക് ഞങ്ങൾ എപ്പോഴും ചെയ്യും. അത് ഞങ്ങൾ എപ്പോഴും ചെയ്യും. നിങ്ങൾ അതാ പറയുന്നത്, നിങ്ങൾ തറവാട്ടിൽ നിന്ന് കാശ് കൊടുക്കണം അങ്ങോട്ട്. ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ കാണാൻ കിടക്കണേ ഉള്ളൂ. നിങ്ങൾ ഈ 10 വർഷം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് കാണട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലത്തെ പരസ്യം? അയ്യോ, നിർത്തും. നമുക്ക് ഇനി ഇന്റർനാഷണലിലേക്ക് കടക്കാം. ഇന്റർനാഷണലിൽ നിങ്ങളുടെ ഒരു മോങ്ങലിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ കമ്പനി അവസാനിപ്പിക്കണം. അതെ, ട്രംപ് ഇപ്പൊ യുദ്ധം അവസാനിപ്പിച്ചിരിക്കണം. അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് AKG സെൻട്രലിൽ നിന്ന്. ഇത് എന്തിനാണ്? നിർത്തോ. എനിക്ക് ചില ചരിത്രങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. ഇറാനിൽ കമ്മ്യൂണിസ്റ്റുകൾ നേരിട്ട കൊടിയ പീഡനങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? അത് എനിക്കറിയാം. ഇറാനിൽ കമ്മ്യൂണിസ്റ്റിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അയ്യോ, മാറ്റി നിർത്തിയ രാഷ്ട്രം മാത്രമല്ല, തുടച്ചു നീക്കി കളയുക മാത്രമല്ല, റൂഹുല്ല ഖൊമേനിയുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകളെ ജയിലിലിട്ട് അതിക്രൂരമായി കൊന്നൊടുക്കിയ ഒരു നരാധമനാണ്
ആയത്തുള്ള റൂഹുല്ല ഖമേനി. അങ്ങേരുടെ പിൻഗാമിയായിട്ട് വന്ന ആളാണ് ആയത്തുള്ള അലി ഖമനേയി. അങ്ങേര് അവിടെ ഒരു മറ്റേ ചെഗുവേരയുടെ ഒരു ടീഷർട്ട് പോലെ ഇട്ട് പുറത്തിറങ്ങുന്നവന്റെ തല വെട്ടും. കമ്മികളെ മുച്ചൂടും കത്തിച്ച അവന് വേണ്ടിയാണ് ആ കള്ള തീവ്രവാദി മതഭ്രാന്തൻ ചത്തൊടുങ്ങിയതിനാണ് ഇവരുടെ കരച്ചിൽ. നിങ്ങൾ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകളുടെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചില്ലേടോ? നിങ്ങൾ നമ്മൾ ഒരു എന്താണെന്നറിയാമോ? ഇവിടെ നിന്ന് ഈ ഖമേനിക്ക് വേണ്ടി ഈ കരച്ചിൽ എന്തിനാണെന്നറിയാമോ? ഈ കിടന്ന് പോകുന്നത് ഇവിടുത്തെ തീവ്ര സുടുക്കളെ ഒന്ന് സുഖിപ്പിക്കണമല്ലോ. അയ്യോ, അതിനൊന്നുമല്ല. ഒരു ഇറാൻ നേതാവ്, ഇറാന്റെ പരമോന്നത നേതാവ് മരിക്കുമ്പോൾ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തിയില്ല. സർക്കാർ അനുശോചനം രേഖപ്പെടുത്തിയില്ലല്ലോ. പ്രതിപക്ഷം ഇളകിയപ്പോഴല്ലേ പ്രതിപക്ഷം ഇളകിയപ്പോഴല്ലേ ഇന്നലെ അവർ അനുശോചനം രേഖപ്പെടുത്തി. അല്ലെ, എന്തിനാണ് ആ മതഭ്രാന്തന് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തേണ്ട കാര്യം? അവിടുത്തെ പ്രസിഡന്റ് പെസഷ്കിയാനൊന്നും അല്ലല്ലോ മരിച്ചത്. അത് പിന്നെ അവരുടെ കുറച്ച് പേരെങ്കിലും മതവികാരത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയാൽ നിങ്ങൾക്കൊരു വിഷമമില്ലേ? ഉണ്ട്, അത് പണ്ട് അദ്ദേഹത്തെ പണ്ടാണേലും കൊന്നൊടുക്കിയോ? അത് അലി ഖമനിയെ അല്ലല്ലോ, അദ്ദേഹത്തിന്റെ പിതാവായിരുന്നില്ലേ? പിതാവോ? അതിന് മുന്നേ വന്ന ആളായിരുന്നില്ലേ റൂഹുല്ല ഖമേനി. അത് കഴിഞ്ഞിട്ട് മറ്റേ ആയത്തുള്ള അലി ഖമനയുടെ കാലത്ത് സംഭവിച്ചത് എന്താ? അത് പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ അവിടെ തല പൊക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? ചരിത്രം കുറച്ച് മറന്നുപോയി. നിങ്ങൾ മറക്കും. നിങ്ങൾ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മറക്കുന്നവരാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് 10 വോട്ടിന് വേണ്ടി ആരുടെയും കാലിൽ ഞങ്ങൾക്ക് ഇവിടെ ആര് വോട്ടാണ്? ഞാൻ പറയട്ടെ, അല്ലല്ല, ഇവിടെ ഇറാനിലെ മറ്റേ ഖമനേയി ചത്തൊടുങ്ങിയതിന് ഇവിടുത്തെ മറ്റേ തീവ്ര സുടുക്കൾ ഒരു വഴിക്കൂടെ കരയുന്നുണ്ടല്ലോ. അവരെ ഒന്ന് സുഖിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം. മതരാഷ്ട്രമാണ്. അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത നേതാവാണ്. മതമില്ല. അദ്ദേഹത്തിന്റെ മരണം ഒരു കൂട്ടരെ വേദനിപ്പിച്ചിട്ടുണ്ട്. മതമില്ല. മനുഷ്യനാണ് വലുത്, ജനാധിപത്യമാണ് വലുത്, സ്ത്രീ സുരക്ഷയാണ് വലുത്. ഇതൊന്നും ഇറാനിലില്ല. അപ്പൊ നിങ്ങൾ വേണേ പറയും നമ്മൾ ട്രംപിന്റെ ആൾക്കാരാണെന്ന്. അയ്യോ, ആവൃത്തി കേട്ടവനെ ഒട്ടും കണ്ടുകൂടാ. നമുക്ക് ഒട്ടും കണ്ടുകൂടാ. ഞങ്ങൾ മാനവികതയ്ക്കൊപ്പം. എവിടെ മാനവികതയ്ക്കൊപ്പമായിരുന്നെങ്കിൽ നിങ്ങൾ ഇറാനിൽ മഹ്സ അമനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ നാവ് പൊന്തിയായിരുന്നോ? ഉണ്ട പറഞ്ഞായിരുന്നു. അതിന്റെ പിന്നാലെ അവിടെ നടന്ന കലാപത്തിൽ എത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്? എത്ര സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്? നിങ്ങളുടെ വായിൽ എന്താ പഴമായിരുന്നു? അത് പണ്ട് തള്ളി വെച്ചേക്കുമായിരുന്നു. അത് ഇന്ത്യയിലായാലും ഇനി കൂടുതൽ എന്നെ കൊണ്ട് പറയിച്ചാൽ പല നിക്കറ് കീറും. പ്രതിഷേധത്തിനെതിരാണ് ഞങ്ങൾ. കലാപങ്ങളില്ലാത്ത 10 വർഷം. പ്രതിഷേധത്തിനെതിരോ? അതെ, ഞങ്ങൾ യുദ്ധത്തിനെതിരാണ്. ഞങ്ങൾ യുദ്ധം നമ്മളെ ബാധിക്കില്ലേ? ക്രൂഡ് ഓയിലൊക്കെ എണ്ണ വിലയൊക്കെ ഉയരണില്ലേ? ഞങ്ങൾ ബാധിക്കും. ഞങ്ങളാണ് അടുത്ത് ഭരിക്കാൻ വരുന്നത്. ഇതൊക്കെ ഞങ്ങളെ തലമണ്ടേ വന്നിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോളിറ്റ് ബ്യൂറോ നേരിട്ട് പോയി അങ്ങോട്ട് പറ. അവന്മാര് മൂട്ടിൽ മിസൈൽ വെച്ച് മേലോട്ട് വിടും. ഞങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ കേട്ടെന്നിരിക്കും. നിങ്ങൾക്ക് അറിയില്ല. അല്ല പിന്നെ 10 കലാപങ്ങളില്ലാത്ത 10 വർഷം കഴിഞ്ഞു. ഇവരിവിടെ ഇരുന്ന് കുറച്ചാൽ അങ്ങ് കേൾക്കുമെന്ന്. അത് ഞങ്ങളുടെ അഭിപ്രായം പറയണ്ടേ? അഭിപ്രായോ? പറ്റ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്തും ഇത്ര കടി? നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിരുന്നു. അയ്യോ, അതാ നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കടി? എന്തിനാണ്? യുദ്ധത്തിനെതിരാണ് ഞങ്ങൾ. യുദ്ധക്കൊല്ലന്മാരെ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. 51 വെട്ടുവെട്ടുന്ന ടീംസാ. യുദ്ധത്തിനെതിരാണ് ഞങ്ങൾ. എണിച്ചു പോടാ, അങ്ങോട്ട് അങ്ങനെ തിരിഞ്ഞില്ല. പവർ കെട്ടില്ലാത്ത 10 മൂഞ്ചി കാണുമ്പോ കാർ തുപ്പാൻ. കലാപങ്ങളില്ലാത്ത 10 വർഷം. അമ്മ മേഡം വലിക്കണം.